അപ്പൊ നമുക്കൊരു വേങ്ങേരി വഴുതന നമുക്ക് വിളവെടുക്കാം. വേണ്ട നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാണ്ട. ഇതിലെ കുരുവൊക്കെ വളരെ കുറവുണ്ടാവുള്ളൂ കേട്ടോ. കണ്ട മാംസമായിട്ട ഭാഗങ്ങളാണ് അധികം. പിന്നെ കണ്ട നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റിയുമാണ്. ഈ വഴുതനങ്ങ കഴിച്ച് നോക്കിയവർക്കൊക്കെ അറിയാം. ഒരുപാട് പേരാണ് എന്റെ കയ്യിൽ നിന്ന് വേങ്ങേരി വഴുതനയുടെ വിത്ത് മേടിച്ചിട്ടുള്ളത്. എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ വേങ്ങേരി വഴുതനയുടെ അടുത്താണ്. അപ്പൊ വേങ്ങേരി വഴുതന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നാടൻ വെറൈറ്റി വഴുതനയാണ്. നമുക്ക് ഇതിന്റെ വിത്ത് എടുത്ത് വെച്ചിട്ട് വീണ്ടും വീണ്ടും നമുക്ക് കൃഷി ചെയ്യുകയും ചെയ്യാം. പിന്നെ നല്ല നീളത്തില് വളരുന്ന വഴുതനയാണ് കേട്ടോ. നല്ല നീളത്തിൽ വളരും. ആദ്യം ഉണ്ടായി തുടങ്ങുമ്പോ കണ്ട ഇതേപോലെ വയലറ്റ് കളറായിരിക്കുള്ളൂ. പിന്നെ അതിന്റെ കളർ ഇങ്ങനെ മാറി മാറി വരും കേട്ടോ. ഈ കളറൊക്കെ ആവുമ്പോ നമുക്ക് വിളവെടുക്കാം. നല്ല എന്ന് വെച്ചാൽ ചവർപ്പൊന്നും ഇല്ലാത്തൊരു വഴുതനയുടെ വെറൈറ്റിയാണ്. പിന്നെ നമ്മ ഇതിന്റെ വിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് നമ്മ തൈകൾ ഉണ്ടാക്കണത്. അപ്പൊ നമുക്ക് ഇതിന്റെ വിത്തുകൾ എടുത്തു വെച്ച് കഴിഞ്ഞാല് നമുക്ക് വീണ്ടും വീണ്ടും കൃഷി ചെയ്യാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ വേങ്ങേരി വഴുതന എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് നാള് വിളവ് തന്നോണ്ടിരിക്കും. വഴുതന ചെടികൾ പൊതുവെ നമ്മ നോക്കുകയാണെങ്കിൽ ഒരുപാട് നാള് നമുക്ക് വിളവ് കിട്ടും. നമ്മ വെള്ളവും വളവും മര്യാദക്ക് ഇട്ടുകൊടുത്താൽ മാത്രം മതി. പിന്നെ ഇതിന് കീടങ്ങളുടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുഴുക്കേടുകളാണ്. കണ്ട ഇലകളൊക്കെ ഇങ്ങനെ ഇലതീനി പുഴുക്കളൊക്കെ തിന്നും. പിന്നെ ഇല ചുരുട്ടി പുഴുവിന്റെ ശല്യമൊക്കെ വരാറുണ്ട്. അതിന് നമ്മ കറക്റ്റ് ആയിട്ട് സൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു 15 ദിവസത്തിൽ ഒരിക്കല് നമ്മ ഒരു പ്രാവശ്യം സൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക, തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട. പിന്നെ വേനൽക്കാലത്ത് നമ്മ നന്നായിട്ട് നനച്ച് തന്നെ കൊടുക്കണം കേട്ടോ വഴുതന ചെടികൾക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാല് വാടി നിൽക്കാനായിട്ട് ഇടവരുത്. വാടി നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവണ ഫ്ലവറൊക്കെ കൊഴിഞ്ഞു പോകും, വഴുതന ഉണ്ടാവൂല. അപ്പൊ നമുക്ക് ഈ വേനൽക്കാലത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കുക. പിന്നെ വഴുതനങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് കൂടുതൽ കായ കിട്ടും. പിന്നെ ഈ വഴുതന ചെടിയൊക്കെ നടുമ്പോ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് നാള് നിൽക്കാനുള്ള വഴുതന ചെടിയൊക്കെ. അപ്പൊ നമ്മളിപ്പോ ബാഗിലൊക്കെ ആയാലും ഇപ്പൊ എല്ലാവരും ഗ്രോ ബാഗും ചട്ടിയിലൊക്കെയാണ് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യണത്. ടെറസ് കൃഷിയൊക്കെയുള്ള അധികം. അപ്പൊ നമ്മ എപ്പോഴും ഫുള്ളായിട്ട് മണ്ണ് നിറക്കരുത്. ഫുള്ളായിട്ട് മണ്ണ് നിറച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് വളവും മണ്ണൊക്കെ ഇടാനായിട്ട് പ്രയാസമാണ്. ആദ്യം നമ്മ ഇപ്പൊ ഒരു ചട്ടി ബാഗൊക്കെ ആണെങ്കിൽ ഒരു 60% മണ്ണ് നിറക്കാൻ മാത്രമേ പാടുള്ളൂ. പിന്നെ ചെടി വലുതാകണ അനുസരിച്ച് നമുക്ക് വളവും മണ്ണ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ചെടി നല്ല ആരോഗ്യത്തോടുകൂടെ വളരുകയും ചെയ്യും. പിന്നെ നമുക്ക് നന്നായിട്ട് ചെടി വളരുകയും ചെയ്യാം. പിന്നെ നമുക്ക് പിന്നെ സ്ലറി രൂപത്തിലുള്ള വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ചെടി വലുതായി കഴിഞ്ഞില്ല. അപ്പൊ ആദ്യം നമ്മ നടണ ചെറിയ ചെടിയായിരിക്കുമല്ലോ. അപ്പൊ എപ്പോഴും അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഈ നമ്മ ഫുള്ളായിട്ട് മണ്ണ് നിറച്ചു കഴിഞ്ഞാല് ചെടി പിന്നെ ഇങ്ങനെ തല്ലിയൊക്കെ വീഴും. അതുകൂടാണ്ട് നമുക്ക് വളവും മണ്ണൊന്നും പിന്നീട് ഇടാൻ പറ്റൂല. അപ്പൊ നമുക്ക് വേരൊന്നും നല്ല ബലം ഉണ്ടാകൂല. നമ്മ ഫസ്റ്റ് തന്നെ ഫുള്ള് മണ്ണ് നിറച്ച് നട്ടാല്. അപ്പൊ നമുക്ക് എന്തെങ്കിലും വീട്ടിൽ അടുക്കള വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കാമല്ലോ നമുക്ക് ചട്ടികളിലും ഗ്രോ ബാഗിലൊക്കെ നടുകയാണെങ്കിൽ. പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം നമ്മ വേണം വഴുതനയൊക്കെ നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ ഒരു 3 മൂട് വഴുതനയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള വഴുതനങ്ങ നമുക്ക് കിട്ടും. പിന്നെ ഒരുപാട് നാള് നമുക്ക് വിളവെടുത്തോണ്ടിരിക്കുക. അതാണ് വഴുതനയുടെ ഒക്കെ ഒരു പ്രത്യേകത. മറ്റുള്ള പച്ചക്കറി പോലെയല്ല. നമുക്ക് ഒരു മൂട് നട്ട് കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ ഈ ഇനം തന്നെ നമ്മുടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളയാൻ. നമുക്ക് ഇത് കണ്ട ഇതേപോലെ എളുപ്പം കൂമ്പ് നമുക്ക് നട്ടുകൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴുതന ചെടി പിടിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. നിങ്ങളുടെ വീട്ടിൽ വഴുതനങ്ങ ഉണ്ടെങ്കിൽ ആ വഴുതനങ്ങയുടെ മൂത്ത കമ്പല്ല, ഇതേപോലെ എളുപ്പം ഫ്ലവർ ചെയ്ത് ഇങ്ങനെ മുട്ടായി വന്ന ഈ എളുപ്പം കമ്പ് നട്ടുകൊടുത്തു കഴിഞ്ഞാല് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാം. പിന്നെ നമ്മ വിത്ത് പാകി മുളപ്പിക്കാനാണെങ്കിൽ നമുക്ക് തലേ ദിവസം വിത്ത് വേണമെങ്കിൽ വെള്ളത്തിലിട്ടോക്കാം, അല്ലെങ്കിൽ വെള്ളത്തിലിടണമെന്നൊന്നുമില്ല. വഴുതനയുടെ വിത്തൊക്കെ നമുക്ക് വെള്ളത്തിലിടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നേരിട്ട് ചാണകപ്പൊടി മണ്ണിൽ പാകി കൊടുക്കുക. എന്നിട്ട് പാകി കൊടുത്തിട്ട് വഴുതന എന്നൊക്കെ പറഞ്ഞാൽ പറിച്ച് നടേണ്ടതാണ്. നേരിട്ട് നമ്മ ചട്ടി നടൂല. നമ്മിപ്പോ ചട്ടിയിലോ അല്ലെങ്കിൽ പോട്ടറയിലൊക്കെ നമ്മ പാകി മുളപ്പിച്ചിട്ട് പറിച്ച് നടേണ്ടതാണ് വഴുതനങ്ങ. അപ്പൊ ഒരു മാസത്തെ തൈകള് നമുക്ക് പറിച്ച് നട്ട് കഴിഞ്ഞാല് അടുത്ത മാസം 1 മാസം കൂടി കഴിഞ്ഞാൽ തന്നെ വഴുതനങ്ങയൊക്കെ നമുക്ക് വിളവെടുത്ത് തുടങ്ങാം. പിന്നെ നമുക്ക് ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അടിയിലൊക്കെ നന്നായിട്ട് കരിയിലേക്ക് ഇട്ട് കുത്തി നിറച്ച ശേഷം മണ്ണൊക്കെ നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് മണ്ണൊക്കെ വളരെ കുറവ് മതി. നമ്മ ഈ ചട്ടികളുടെ അടിയിലൊക്കെ നിറച്ച് കരിയിൽ ഇട്ട് കൊടുത്തേക്കുന്നതാണ്. മുകളിൽ മാത്രമേ നമുക്ക് കുറച്ച് മണ്ണ് ഇട്ടിട്ടുള്ളൂ. ഇപ്പൊ നമ്മ ഒഴിച്ചു കൊടുക്കണതെന്ന് വെച്ചാല് സ്ലറി രൂപത്തിലുള്ള വളങ്ങളാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആദ്യം നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ജൈവവളങ്ങൾ അടിയിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുക.
പിന്നെ സ്യൂഡോമോണസ് എന്തായാലും 15 ദിവസത്തിൽ ഒരിക്കലും നമ്മ ചെടിയില് തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം, നമുക്ക് സ്പ്രേയും ചെയ്ത് കൊടുക്കാം. അപ്പൊ വേങ്ങേരി വഴുതന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സാധാ വഴുതനങ്ങ പോലെയല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ എന്ന് പറഞ്ഞല്ല. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു വഴുതനങ്ങയൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വഴുതനങ്ങ എന്ന് വെച്ചാൽ നമുക്ക് സാമ്പാറിലിടാനും മെഴുക്കുവരട്ടി ഉണ്ടാക്കാനും അതേപോലെ മീൻ ഫ്രൈ ചെയ്യണ പോലെ ഫ്രൈ ചെയ്യാനും എല്ലാത്തിനും പറ്റിയ. പിന്നെ നമുക്ക് ഉണക്കി അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഉണക്കി വെച്ചിട്ട് കൊണ്ടാട്ടൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പൊ നമുക്കൊരു വേങ്ങേരി വഴുതന നമുക്ക് വിളവെടുക്കാം. അപ്പൊ നമുക്ക് ഇത് തന്നെ വിളവെടുക്കാം. നമ്മ ഇതിന് കുറച്ച് വഴുതനങ്ങയൊക്കെ വിളവെടുത്തിട്ടുണ്ടായിട്ടാ വേണ്ട. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാണ്ട. കാരണം ഇതിലെ കുരുവൊക്കെ വളരെ കുറവുണ്ടാവുള്ളൂ കേട്ടോ. കണ്ട മാംസമായിട്ട ഭാഗങ്ങളാണ് അധികം, കുരു വളരെ കുറവുണ്ടാവുള്ളൂ. നമ്മുടെ സാധാ വഴുതനങ്ങ പോലെയല്ല, കുരു കണ്ട ഇത്രയൊക്കെ കുരു ഉണ്ടാകുള്ളൂ. പിന്നെ കണ്ട നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റിയുമാണ്. ഈ വഴുതനങ്ങ കഴിച്ച് നോക്കിയവർക്കൊക്കെ അറിയാം. ഒരുപാട് പേരാണ് എന്റെ കയ്യിൽ നിന്ന് വേങ്ങേരി വഴുതനയുടെ വിത്ത് മേടിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഒരുപാട് പേരാണ് വേങ്ങേരി വഴുതനയുടെ വിത്ത് ആവശ്യപ്പെട്ടേക്കണത്. അപ്പൊ നമ്മുടെ വീട്ടില് നടാൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണ് വേങ്ങേരി വഴുതന. അപ്പൊ എല്ലാവരും വേങ്ങേരി വഴുതനയുടെ വിത്തോ തൈകളോ ഒക്കെ മേടിച്ച് നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.